ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകാതെ CBSE. വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായി വിദ്യാർത്ഥികൾ പറയുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് നിർബന്ധമെന്നും CBSE അറിയിച്ചു. സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായിരുന്ന പോർട്ടൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. സുരക്ഷാ സാഹചര്യങ്ങൾ പരിഗണിച്ച് അപേക്ഷകൾ സമർപ്പിക്കാൻ ആധാർ നിർബന്ധമാക്കിയതായി CBSE അറിയിച്ചു. ആധാർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ചും അപേക്ഷ നൽകാം. പേര്, ജനനത്തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആധാർ നമ്പർ ഉപയോഗിക്കുന്ന വ്യക്തിയുടേതായിരിക്കണമെന്നും CBSE പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു. CBSE വെബ്സൈറ്റിലെ തകരാറിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് NSUI പ്രസിഡന്റ് വിനോദ് ജാക്കർ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. അതേസമയം മൂല്യനിർണ്ണയത്തിലെ പിഴവിൽ കരാർ കമ്പനിയായ കോയംറ്റ് എഡ്യൂടെക്കിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കടുത്ത നടപടി ഉണ്ടായേക്കില്ല. കമ്പനിയുമായുള്ള കരാറിന് മുൻപ് തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥ നീക്കം ചെയ്തിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.